ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് രണ്ട് നല്ല വാക്കുകൾ. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല സുകന്യ, ഇനി അവളെ കാണുകയോ മിണ്ടുകയോ ചെയ്താൽ ഉറക്കത്തിൽ എന്റെ അടുത്താണ് കിടക്കുന്നതെന്ന് മറക്കരുത്. കൊല്ലാൻ തോന്നിയാൽ അത് വേണ്ടെന്ന് വെക്കില്ല. സുകന്യ അങ്ങനെ ചെയ്യുവോ? ചെയ്യില്ല. ചെയ്താലും ഇവളായതുകൊണ്ട് ചിലപ്പോ അതിന് മടിക്കില്ല. സൂക്ഷിക്കണം. ചേച്ചി, ഇതെന്താ കുഞ്ഞിപ്പെണ്ണ് കരയുന്നത്? ദേശമംഗലത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ പൂ പറിച്ചിട്ട് അത് തട്ടിക്കളഞ്ഞു. ആര്? സുകന്യ തമ്പുരാട്ടി. കുഞ്ഞിപ്പെണ്ണ് തമ്പുരാട്ടി കുട്ടി ഒരു ദിവസം തൊട്ടല്ലോ, അത് ചോദിച്ച് ബഹളം വെച്ചു. അമ്മ അടിച്ചു. അയ്യോ, അതൊന്നും സാരമില്ല. പക്ഷെ അപ്പം മുതല് മോള് കരച്ചിലാണ്. കുഞ്ഞിപ്പെണ്ണെ, അങ്ങനെ കരയാനൊന്നും പാടില്ല. കുഞ്ഞിപ്പെണ്ണ് നല്ല ധൈര്യമുള്ള കുട്ടിയാവണ്ടേ, എന്നാലല്ലേ അമ്മയെ നോക്കാൻ പറ്റുക. കുഞ്ഞിപ്പെണ്ണ് കരയണ്ട കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന്റെ സങ്കടമൊക്കെ ദേവി കാണുന്നുണ്ടാവും. ഒരു പരിഹാരം കൂടി ഞാൻ ചെയ്യാം. ദാ, ഇത് ദേവിയുടെ പ്രസാദമാണ്. കുഞ്ഞിപ്പെണ്ണ് എടുത്തോ. വേണ്ട. അങ്ങനെ പറയല്ലേ. എന്താ? മരണമോളെ തൊട്ടതിന് സുകന്യ തമ്പുരാട്ടി എന്നെ അടിച്ചില്ലേ, അതിന്റെ പേടിയാണ്. മോളിത് കഴിച്ചോളൂ. ചേച്ചി സന്തോഷത്തോടു കൂടിയാ തരുന്നത്. ഇപ്പൊ സങ്കടം തീർന്നോ? മനസ്സിൽ അയിത്തമുള്ളവർ അത് കൊണ്ടു നടന്നോട്ടെ. നമ്മളത് നോക്കാൻ പോകണ്ട. കുഞ്ഞിപ്പെണ്ണിന് ഇത്രയും നല്ലൊരു അമ്മയില്ലേ, പിന്നെ വേദക്കുട്ടിയില്ലേ, പിന്നെ ഞാനില്ലേ, പിന്നെന്തിനാ സങ്കടപ്പെടുന്നത്? ചേച്ചി ഇനി എപ്പോഴും എപ്പോഴും കാണാൻ പറ്റുമോ? കാണാലോ, അതിനെന്താ. ഇനിയിപ്പൊ തുടങ്ങിക്കോളൂ ചേച്ചി കാണണമെന്നുള്ള ആഗ്രഹം. എനിക്ക് സ്വൈരം തരില്ല. അവള് കുഞ്ഞല്ലേ. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായി. പോയിക്കോട്ടെ. പിന്നെ സുകന്യ തമ്പുരാട്ടി തല്ലിയതിന്റെ പേരിൽ സങ്കടമൊന്നും വേണ്ട കേട്ടോ. അവരൊരു അഹങ്കാരിയാണ്. നാടുവാഴുന്ന തമ്പുരാന് യാതൊരു അഹങ്കാരവും ഇല്ല. അതിന്റെ കുറവ് തീർക്കാൻ കൊട്ടാരത്തിൽ വന്നതാണ് ചിത്രഭാനുവും ഭാര്യ സുകന്യയും. എന്തായാലും ദേശമംഗലത്തെ ആളുകളുടെ സ്വഭാവം വച്ച് അവരിവിടെ ഏറെക്കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ കൊന്നുകളയെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ആയുസ് തീരുമാനിക്കുന്നത് ആരാ? മനുഷ്യരല്ലല്ലോ, ദൈവമല്ലേ. ദൈവം അതിനെന്തായാലും സുകന്യയും ചിത്രഭാനുവിനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സമാധാനിച്ചോ. കുഞ്ഞിപ്പെണ്ണെ, ചേച്ചി പോയിക്കോട്ടെ. പോയിക്കോട്ടെ ചേച്ചി. നല്ല ചേച്ചി. ഇപ്പൊ സങ്കടമൊക്കെ മാറിയോ? എനിക്ക് ദേവിയുടെ പ്രസാദം കിട്ടിയല്ലോ, പിന്നെ എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്?
എന്താ മോളെ? മോൾ എന്താ ഈ പറഞ്ഞത്? അമ്മേ, ഞാൻ ഭഗവാനെ കണ്ടു. ആ നടയിൽ നിന്ന് ഞാൻ തൊഴുതു. ഒരാളും ഒന്നും പറഞ്ഞില്ല അമ്മേ. എല്ലാവരും എന്റെ ഒപ്പം ഭഗവാനേന്ന് വിളിച്ചു. ഞാൻ ഭഗവാന്റെ മുമ്പിൽ ദേ ഇത്ര അടുത്താ നിന്നത്. മോള് സ്വപ്നം കണ്ടതാ? ആണോ? എന്നാ എനിക്ക് ഭഗവാനെ കാണണം. എനിക്ക് അമ്പലത്തിൽ പോയി ഭഗവാന്റെ മുമ്പിൽ തൊഴണം. എന്താ മോളെ ഈ പറയുന്നത്? നമുക്കിതൊന്നും പറ്റൂലെന്നറിയില്ലേ? ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ട് എന്റെ കുഞ്ഞിപ്പെണ്ണിന് തോന്നിയതാ. അല്ല, നടക്കാത്ത സ്വപ്നങ്ങളൊന്നും ഭഗവാൻ കാണിക്കില്ല. നമുക്ക് പോവാം അമ്മേ. വാശി പിടിക്കല്ലേ കുഞ്ഞി. അങ്ങനെയൊന്നും പൊക്കിവിടാന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടും കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. നല്ല രസമായിരുന്നു. കുറെ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ച് അതിന്റെ നടുവിലൂടെ ഞാൻ പോയത്. എന്ത് രസമായിരുന്നു. ഞാൻ ചെല്ലുന്നത് എല്ലാവരും കണ്ടല്ലോ. ഒരാളും ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് മാത്രമാണ് ഞാൻ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുന്നത് ഇഷ്ടമല്ലാത്തത്. എന്തൊക്കെയാ മോളി പറയുന്നത്? അങ്ങനെ ഒരു അവകാശം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അമ്മ എത്ര സന്തോഷിച്ചെന്നറിയാമോ? അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ എന്റെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഞാൻ പോവില്ലേ? എല്ലാ ദേവന്മാരെയും ഞാൻ കാണിച്ചു തരില്ലേ? എല്ലാ ദേവിമാരെയും ഞാൻ കാണിച്ചു തരില്ലേ? എവിടെയെങ്കിലും നമുക്ക് കേറാൻ പറ്റുന്ന അമ്പലം ഉണ്ടോ അമ്മേ? ഇല്ല മോളെ. കാട്ടുമുത്തിയുടെ അടുത്ത് വരെ നമുക്ക് എത്താൻ അവകാശമുള്ളൂ. അവിടെ ചെന്നാൽ നമുക്ക് കാട്ടുമുത്തിയുടെ അടുത്തിരിക്കാം. വേണമെങ്കിൽ ഇനി നമുക്ക് കാട്ടുമുത്തിയുടെ അടുത്ത് വരെ പോവാം. വേണ്ട വേണ്ട, എനിക്ക് അമ്പലത്തിൽ തന്നെ പോണം. ഞാൻ പോകും. കുഞ്ഞിപ്പെണ്ണെ, ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞ പിന്നെ അമ്മ കൂടിയെന്ന് പുറത്തിറക്കില്ല. മോള് വിചാരിക്കുന്ന പോലെ അല്ല. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ ഇവിടുന്ന് ഓടിച്ചു വിടും. കൊല്ലാൻ വരുന്നവര് നമ്മളോട് ദയ കാണിക്കോ? അമ്മയുടെ കുഞ്ഞിപ്പെണ്ണല്ലേ, കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ നാളെ വേദക്കുട്ടിയോട് ചോദിക്കും. അത് ഉറപ്പാ. എവിടെ ഒരു അമ്പലം ഉണ്ട്, എനിക്ക് കേറാൻ പറ്റുന്നത് ഏതാന്ന്. അല്ലെങ്കിൽ ഞാൻ യോഗിനി അമ്മയോട് ചോദിക്കും. യോഗിനി അമ്മയ്ക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ. എന്നിട്ട് ഞാൻ പോവും. അമ്മേ, യോഗിനി അമ്മ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത് നടക്കാനുള്ളതാണെന്ന്. ദൈവങ്ങള് കുഞ്ഞുങ്ങളെ കളിപ്പിക്കില്ല അമ്മേ. ശരി, ഇനിയിപ്പോ എന്തായാലും നാളെ രാവിലെയല്ലേ അന്വേഷിക്കാൻ പറ്റൂ. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. വന്ദനം ഗുരുവേ. വേദമോളെ, എന്താ കയ്യില്? ഇവിടെ ഒരു അതിഥി ഉണ്ടല്ലോ, ഏട്ടൻ ഗംഗാദത്തൻ. ഞാൻ ഏട്ടനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു. ഇതൽപ്പം ഭക്ഷണമാണ്. അച്ഛനോട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിച്ചതാണ്. മധുരം ഏട്ടന് കൊടുക്കാൻ. കാര്യം നല്ലത് തന്നെയാണ്. പക്ഷേ ഗംഗാദത്തൻ പോയിരിക്കുന്നു. എങ്ങോട്ട്? അതറിയില്ല. അയ്യോ, അത് കഷ്ടമായല്ലോ. കുറെ ദിവസം ഉണ്ടാവുമെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. വന്നപ്പോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കാണും. എന്നാലും പറയാതെ പോയത് ശരിയായില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ് ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതെന്താ ഏട്ടനൊന്നും പറയാതെ പോയത്? വേദക്കുട്ടി അയാൾക്ക് എന്തോ സമ്മാനമായി വന്നതാണ്. ഭക്ഷണമാണ്, മധുരമുള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? വേദക്കുട്ടി അത് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. അത് വേണ്ട, ചേച്ചി കഴിച്ചോളൂ. ഇതാ വാങ്ങിക്കേ. വാങ്ങിക്കോളൂ. ഏട്ടൻ ഇനി എന്ന് വരും? അറിയില്ല. നിർത്താതെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ മുഷിയില്ലേ? ഇല്ല, അങ്ങനെയുള്ളവർ അനേകമുണ്ടല്ലോ. എനിക്ക് അച്ഛൻ തിരുമേനിയെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അച്ഛനും അതെ. ഏട്ടൻ എങ്ങനെ അച്ഛനെയും അമ്മയും കാണാതെ ഇത്രയും കാലം അലയുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് മോളെ ഏട്ടനെ കുഴപ്പിക്കുന്നത്. അതൊന്നും ചിലരുടെ ചെവിയിൽ വീഴില്ല. അയാള് പോയി. അതിന്റെ കാരണങ്ങൾ ഇനി നമ്മൾ ചികയുകയും വേണ്ട. വേദക്കുട്ടി ക്ഷേത്രത്തിലേക്കല്ലേ? ആ അതെ. ഞാനും വരാം. പൊയ്ക്കോട്ടെ ഗുരുവേ. പോയിക്കോളൂ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോ ഏട്ടനെ കാണുമായിരിക്കും. അതിന്
സാധ്യത കുറവാണ്. അയാളുടെ മനസ്സിനും ചുവടുകൾക്കും നല്ല വേഗതയാണ്. വേഗതയേ ഉള്ളൂ, ചിന്ത കുറവാണ് അച്ഛന്റെ ശിഷ്യന്. എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല, ഗംഗാദത്തനിൽ ഒരു ശത്രുവിനെ തിരയുന്നുണ്ട് കുട്ടി. അത് വേണ്ട കേട്ടോ. ഏട്ടനും ചേച്ചിയും വഴക്കാണോ? ഇല്ല മോളെ. പിന്നെ ഗുരു എന്താണ് അങ്ങനെ പറഞ്ഞത്? ഗുരു രസികത്വം പറയുന്നതും ഇങ്ങനെയൊക്കെയാണ്. നമുക്കിറങ്ങാം. വേദക്കുട്ടി, എങ്ങോട്ടാ രണ്ടാളും കൂടി? കുഞ്ഞിപ്പെണ്ണെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവാ. കുഞ്ഞി പോരുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കരുതേ. അല്ലെങ്കിൽ തന്നെ വലിയൊരു കുഴപ്പം കഴിഞ്ഞിട്ടിരിക്കുക. എന്തു പറ്റി? സുകന്യ തമ്പുരാട്ടിയോ ചിത്രഭാനു തമ്പുരാനോ വന്നോ? അതൊന്നുമല്ല, കുഞ്ഞു ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്ന കുഞ്ഞി? ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി തൊഴുന്നത് സ്വപ്നം കണ്ടു. ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ. അപ്പോ എണീറ്റിരുന്ന് എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാ. എന്നാണ് അമ്പലത്തിൽ പോവാൻ പറ്റുക, എപ്പോഴാണ് ദൈവത്തിനെ തൊഴാൻ പറ്റുക എന്നൊക്കെ. ഞാൻ എന്താ പറയുക? കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടി ദേശമംഗൽ അമ്പലത്തിലേക്ക് പോയാൽ അവിടെ ചിത്രഭാനു തമ്പുരാനുണ്ടാവും. ബഹളമുണ്ടാക്കും. പിന്നെ എന്താ ചെയ്യുക വല്യമ്മേ? എനിക്ക് അമ്പലത്തിൽ പോണം. എനിക്ക് ദൈവത്തിനെ അടുത്ത് നിന്ന് കാണണം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ? കുഞ്ഞിപ്പെണ്ണെ, എനിക്ക് അമ്പലത്തിൽ പോയേ പറ്റൂ. കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടാൽ അത് ഫലിക്കില്ലേ? അപ്പൊ പിന്നെ എനിക്ക് അമ്പലത്തിൽ പോണ്ടേ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കുഞ്ഞിപ്പെണ്ണിന് അമ്പലത്തിൽ കയറി തൊഴണമെന്നല്ലേ ഉള്ളൂ. ഇവിടുന്ന് കിഴക്ക് ദിക്കിലേക്ക് പോയാൽ മേലൂർ എന്നൊരു ഇടമുണ്ട്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അധികം ഭക്തരൊന്നും വരുന്ന സ്ഥലമല്ല. അവിടെ ആർക്ക് വേണമെങ്കിലും തൊഴാന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ നിങ്ങളെ ആരും തടയില്ല. കൊറേ ദൂരമുണ്ടോ? ദൂരമുണ്ട്. ആറ് കടന്ന് പോവുകയും വേണം. എന്താ ചേച്ചി? ഞങ്ങൾക്ക് കയറി തൊഴാൻ പറ്റുന്ന ഒരു അമ്പലം ഉണ്ടെങ്കിൽ മോൾക്ക് മാത്രമല്ല എനിക്കും വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ആ നടയിൽ നിന്നൊന്ന് തൊഴണമെന്ന്. എന്നാൽ നാളെ രാവിലെ രണ്ടാളും കൂടി അങ്ങോട്ടേക്കൊന്ന് പൊയ്ക്കോളൂ. പിന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മുൻപ് അവിടെ അങ്ങനെ ആയിരുന്നു എന്നേ എനിക്കറിയാവൂ. ഇപ്പോ ചിത്രഭാനു തമ്പുരാനെ പോലെ ആരെങ്കിലും അവിടുത്തെ രീതികൾ മാറ്റിമറിച്ചോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞിപ്പെണ്ണെ, പോയിട്ട് നടയിൽ നിന്ന് തൊഴാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചിയെ കുറ്റം പറയോ? ഇല്ല, എനിക്ക് ചേച്ചി വിശ്വാസമാണ്. ചേച്ചി പറഞ്ഞ അത് നടക്കും. ആഗ്രഹമല്ലേ? ഞങ്ങളൊന്ന് പോയി നോക്കാം, അല്ലേ വേദക്കുട്ടി? പോയിക്കോ. കുഞ്ഞിപ്പെണ്ണിന്റെ ആഗ്രഹം നടക്കട്ടെ. എനിക്ക് എന്റെ കുഞ്ഞിപ്പെണ്ണിനെ കരഞ്ഞോണ്ട് കാണുന്നത് ഇഷ്ടമേ അല്ല. ശിവക്ഷേത്രമാണ്. പരമേശ്വരന്റെ ദൃഷ്ടി നിങ്ങൾക്ക് മേൽ പതിഞ്ഞാൽ പിന്നെ ഒരു ശത്രുക്കൾക്കും നിങ്ങളെ തൊടാനാവില്ല. അങ്ങ് എന്താണ് ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കാര്യം എന്തായാലും പറയൂ. ദേശമംഗലത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. അതൊന്നും പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല. ദേശമംഗലത്തെ പ്രജകൾ തമ്പുരാനെതിരെ കലാപകാരികളാവുക, ദേശമംഗലത്തിന്റെ രാജസ്ഥാനത്തിന് മാറ്റം വരിക, അതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ സുന്ദരരാജന്റെ മഹത്വം മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പോരാ. അത് ശരിയാണ്. ദേശമംഗലത്തെ ഓരോ പ്രജയ്ക്കും അനിയൻ തമ്പുരാൻ പ്രാണൻ തന്നെയാണ്. ചിലരൊക്കെ ദേശമംഗലത്തമ്മയുടെ സ്ഥാനം തന്നെ കൊടുക്കുന്നുണ്ട്. തല കുനിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? അങ്ങനെ തല കുനിക്കാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജന്മത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ദേശമംഗലത്തിന്റെ സിംഹാസനം ചിത്രഭാനു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നേ പറ്റൂ. എങ്ങനെ? അനുജൻ തമ്പുരാൻ മരിക്കുന്നത് വരെ ജ്യേഷ്ഠൻ തമ്പുരാൻ കാത്തിരിക്കുക എന്ന് പറയുന്നത് വിചിത്രമായ ഒരു കാര്യം തന്നെയാണ്.
അനുജൻ തമ്പുരാന്റെ മരണം ഇച്ചിരി നേരത്തെ അങ്ങായാലോ? തമ്പുരാനെ, ദേശമംഗലത്ത് നമ്മുടെ ഇംഗിതങ്ങൾ നടപ്പിലാകണമെങ്കിൽ ആ രാജസ്ഥാനത്ത് നാം തന്നെ ഇരിക്കണം. ആചാരങ്ങൾ നാം തന്നെ സംരക്ഷിക്കണം. ദേശമംഗലത്തെ രീതികൾ പുതുക്കി പണിയണം. ഭ്രാന്ത് പറയാണോ? ഒരിക്കലുമില്ല. നാളെ അനുജൻ തമ്പുരാനുമായി പുലർകാലത്ത് നമുക്കൊരു യാത്രയുണ്ട്. എവിടേക്കാന്നറിയാവോ? ചന്ദ്രകാന്ത മലയുടെ മുകളിലേക്ക്. അവിടെ എന്താ? ചന്ദ്രകാന്ത മലയുടെ മുകളിൽ ഉച്ചയിൽ നിന്നാൽ മധുരാപുരിയുടെ കൊടിക്കൂറ കാണാമെന്ന് അനുജൻ തമ്പുരാനോട് നാം പറഞ്ഞു. കാണാൻ കഴിയോ? ഒരിക്കലുമില്ല. പക്ഷേ മധുരാപുരിയുടെ കൊടിക്കൂറ നോക്കി നിൽക്കുന്ന അനുജൻ തമ്പുരാനെ താഴേക്ക് തുള്ളിയിടാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ ചെയ്താൽ അങ്ങ് കുറ്റവാളിയാവില്ലേ? പ്രജകൾ അങ്ങേ കല്ലെറിയില്ലേ? ചന്ദ്രകാന്ത മലയുടെ മുകളിൽ നിന്ന് സുന്ദരരാജൻ താഴേക്ക് വീഴുകയാണെങ്കിൽ ആ നിമിഷം മുതൽ ദേശമംഗലത്തെ കൽപ്പനകൾ പുറപ്പെടുവിക്കുവാൻ അധികാരമുള്ള ഒരേ ഒരാൾ നാം മാത്രമായിരിക്കും. കുറ്റവാളിയെ കണ്ടെത്തുന്നതും ശിക്ഷിക്കുന്നതും നാം തന്നെ. എതിരായി ഒരു ശബ്ദം പോലും ഉയരില്ല. എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമുക്ക് നന്നായി അറിയാം. എല്ലാം തീരുമാനിച്ചോ? തീരുമാനിച്ചു. അതിനി മാറ്റമൊന്നുമില്ല. നാളെ പുലർകാലത്ത് അനുജൻ തമ്പുരാനോടൊപ്പം നാം പുറപ്പെടും. ചന്ദ്രകാന്ത മലയുടെ ഉച്ചിയിൽ ഞങ്ങൾ രണ്ടുപേരല്ലാതെ മറ്റൊരാളുണ്ടാവില്ല. സൂക്ഷിക്കണം. രാജപത്നിയായിരിക്കുന്നത് ഞാനും സ്വപ്നം കാണുന്നതാണ്. പക്ഷെ ഈ പ്രയത്നം ദേശമംഗലത്തു നിന്ന് നമ്മളെ ആട്ടുകൊടിക്കുന്നതാവരുത്. സുകന്യെ നോക്കിക്കോ. നാളെ ദേശമംഗലത്ത് സങ്കട ദിനമാണ്. ആ സങ്കടത്തിനിടയിൽ സന്തോഷിക്കുന്ന രണ്ടുപേരുണ്ടാവും. നീയും നാമും. തമ്പുരാനെ, വർണ്ണമോള് വന്നിട്ട് ഒരുപാട് നേരം ആയോ? ഇല്ല, വന്നതേ ഉള്ളൂ. വല്യച്ഛന് വല്യമ്മേ എന്താ സന്തോഷിക്കുന്ന കാര്യം പറയുന്നത്? അതോ, വർണ്ണമോള് ദേശമംഗലത്തെ തമ്പുരാട്ടി ആവുന്ന കാലത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു ഞങ്ങള്. വല്യച്ഛനും വല്യമ്മയ്ക്ക് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെ എന്താണുള്ളത്? ദേശമംഗലത്തിന്റെ തമ്പുരാട്ടിയായി വർണ്ണമോള സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ ആ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ദാസനായി വല്യച്ഛൻ അവിടെ ഉണ്ടാവും. അതാണ് വല്യച്ഛന്റെ ആഗ്രഹം. ഞാൻ ദേശമംഗലത്തിന്റെ തമ്പുരാട്ടി ആവുകയാണെങ്കിൽ ഞാൻ വല്യച്ഛനെ ദാസനായിട്ട് കാണുമോ? വല്യച്ഛനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. മിടുക്കി. ദേശമംഗലത്ത് മാറ്റങ്ങൾ നടക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. മേലൂർ ശിവക്ഷേത്രത്തിൽ അച്ഛൻ പോയിട്ടുണ്ടോ? നാളെ കുഞ്ഞി മല്ലിയമ്മ അങ്ങോട്ടാ പോകുന്നത്. അച്ഛൻ പോയിട്ടില്ല. കേട്ടിട്ടുണ്ട്. അതൊരു ചെറിയ ക്ഷേത്രമാണ്. മോള് ആറ്റുകാലമ്മയുടെ കഥ കേട്ടതാണല്ലോ. ആ, കിള്ളിയാർ കടന്ന് ആറ്റുകാലമ്മ വന്നത്. അതുപോലെ ഒരൈതിഹ്യം ഈ ശിവക്ഷേത്രത്തിലും ഉണ്ട്. എന്താ അത്? ഒരിക്കൽ ഒരു കുടുംബം കൈക്കുഞ്ഞടക്കം ഒരു യാത്ര പോയി. യാത്ര പോകുന്ന സമയം പുഴയിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചാല് പോലെ വെള്ളം പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവരതിലിറങ്ങി അത് മറികടന്ന് പോവുകയും ചെയ്തു. പക്ഷേ പാതിരാത്രി കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോഴേക്കും പുഴയിൽ വെള്ളം പൊന്തി. അക്കരെ കടക്കാൻ മാർഗമില്ലാതെ ആ കുടുംബം വലഞ്ഞു. കൈക്കുഞ്ഞു പോലും വാവിട്ട് കരയുന്ന അവസ്ഥയായി. ആ സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു തോണിക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. ആ തോണിക്കാരൻ ആ കുടുംബത്തിനെ അക്കരെ കടത്തി. പക്ഷേ അവരുടെ കൈപിടിച്ച് അക്കരെ കടത്തി കഴിഞ്ഞപ്പോ മറ്റൊരു കാര്യം സംഭവിച്ചു. അവരെ കൊണ്ടുവന്ന ആ തോണി വെള്ളത്തിൽ മുങ്ങിപ്പോയി.
അയ്യോ, എന്നിട്ട്? അപ്പോ ആ തോണിക്കാരൻ പറഞ്ഞു, ഇനി ഒരിക്കലും എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോവാൻ പറ്റില്ല, ഞാനും ഈ കരയിലുണ്ടെന്ന്. എന്നിട്ട്? ആ കുടുംബം തോണിക്കാരനെ തങ്ങളുടെ കൂടെ പോരാൻ ക്ഷണിച്ചു. പക്ഷേ തോണിക്കാരൻ പോയില്ല. പിറ്റേ ദിവസം ആ തോണിക്കാരനെ അവരാ കര മുഴുവൻ അന്വേഷിച്ചു, കണ്ടില്ല. പക്ഷേ അവിടെ മറ്റൊരു അത്ഭുതം ഉണ്ടായി. എന്താ? ഭഗവാൻ പരമശിവന്റെ ഒരു വിഗ്രഹം അവിടെ ഒരു വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ആരും കൊണ്ടുവന്ന് വച്ചതല്ല, സ്വയംഭൂവായി ഭൂമിയിൽ നിന്ന് പൊന്തി വന്നതാ. ആ ആളുകൾ കൂടി മഹാജ്യോതിഷികളെ വരുത്തി കാര്യം വ്യക്തമായി തിരക്കി. അപ്പോഴാണ് അവർ പറയുന്നത്, തോണിക്കാരന്റെ രൂപത്തിൽ വന്നത് മറ്റാരുമല്ല, ഭഗവാൻ പരമശിവൻ തന്നെയാണെന്ന്. ദേവാ. പിന്നെ അത് ഒരു ചെറിയ ക്ഷേത്രമായി. ഭഗവാൻ തോണിക്കാരനായി വന്നതുകൊണ്ട് തന്നെ ഭഗവാനെ ആർക്കും കാണാം എന്നൊരു നിശ്ചയമാണ് അവിടത്തുകാരെടുത്തത്. ജാതിയോ വർണ്ണമോ ഒന്നും അവിടെ തടസ്സമാവില്ല. അതൊരു വിശേഷണമാണല്ലോ. എന്നിട്ടെന്താ ആ ക്ഷേത്രം ഒരുപാട് വലുതാവാത്തത്? മോളെ, ക്ഷേത്രത്തിനെ സ്വത്തായി കൈവശം വയ്ക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അവരെ സംബന്ധിച്ച് അത്തരം ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. പക്ഷേ അവര് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാൻ ഏത് ഇരിപ്പിടത്തിലിരുന്നാലും മൂല്യം ഒന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും മല്ലിയമ്മയും കുഞ്ഞിയും ശിവഭഗവാനെ തൊഴുവല്ലേ?